നീ എന്തളിയാ നമുക്കൊരു എഴുന്നേറ്റവും തറന്നില്ലളിയാ. എന്തൊരു വിധി ഇത്, ഒരു രക്ഷയും കിട്ടില്ല. എന്ത് പറയാ, ബാക്കിയുള്ളവന്മാരൊക്കെ നല്ല പൈസ ഉണ്ടാക്കുന്നു. അത് തന്നെ കേട്ടോ, നോക്കിക്കൊണ്ടിരിക്കും അവന്മാരങ്ങ് വളരുന്നു. ചില ആൾക്കാർ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമില് എല്ലാ റീൽസും ചെയ്ത് നല്ല പൈസയാണ്, കോടിക്കണക്കിന് രൂപയാണ് ഉണ്ടാക്കുന്നത്. തന്നെ യുവമാര് ചുമ്മാ ഇരുന്ന് വീഡിയോ കേട്ടിട്ട് പൈസ ഉണ്ടാക്കണം കേട്ടാ. നമ്മൾ ഇത്ര കിടന്ന് കഷ്ടം. പണിക്ക് പറഞ്ഞില്ലടാ. എനിക്ക് രാവിലെ എഴുതിച്ചപ്പോ തന്നെ മനസ്സിന് വല്ലാത്തൊരു പരവേശവും ഒരു പരവരപ്പും കേട്ടാ. എന്തിനോ വലുത് സംഭവിക്കാൻ പോണ പോലെ. എനിക്ക് എന്തിനാന്തോ അതുകൊണ്ട് ഇന്ന് പണിക്കിറങ്ങി ശരിയാവൂല. എന്തിനോ ഒരു വലുത് സംഭവിക്കാൻ പോണ പോലെ. മോശം ഇന്ന് ഞാൻ പറഞ്ഞില്ല. നീ പറഞ്ഞില്ലടാ. ഇവൻ വരായിരുന്ന പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞത് ഉണ്ടെങ്കിൽ രസമുള്ളൂ. മിണ്ടി പറഞ്ഞ അപ്പൊ നാളെ വരില്ലടാ. നാളെ ഞായറാഴ്ച ഇല്ലേ? നാളെ പള്ളി പോണ്ടേ? ഞായറാഴ്ച ആരെങ്കിലും പണിക്കിറങ്ങി. നാളെ ശരി. അപ്പൊ തിങ്കളാഴ്ച എന്റെ കൊച്ചിച്ചന്റെ, നാത്തൂന്റെ, വലിയച്ഛന്റെ, ചെറിയച്ഛന്റെ മകളുടെ മോളുടെ ബർത്ത്ഡേയാണ്. നിനക്കെന്തരി? ഞാൻ പോയില്ലേ, അവള് പറഞ്ഞു. പിന്നെ അത് പോണം. തിങ്കളാഴ്ച കഴിഞ്ഞിട്ട് ഒരു ബുധനാഴ്ച, വ്യാഴം, വെള്ളി, ശനിയാഴ്ച അണ്ണ ഒന്ന് വിളി രാവിലെ. ഞാൻ പറയാം. നീ കൈയുടെ കാലത്ത് പണിക്ക് വരൂല്ല. അപ്പോഴും അണ്ണ മനസ്സുഖം വേണ്ട അണ്ണ. എന്തിനാ ഇതൊക്കെ ഒരു കലയല്ലേ അണ്ണ ഈ പണിയൊക്കെ എടുക്കണത്? നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഞാൻ പണിയെടുത്തിട്ടിരിക്കുന്നത്. പിന്നെ ആരോ ചിന്തിക്കുന്നു. ഞാൻ പിന്നെ വല്ല ബംഗാളിയായിട്ട് വിളിച്ച് ചെയ്യാം. നിങ്ങൾ പറഞ്ഞ അപ്പൊ ശരി. ബംഗാളികൾ നമ്മളെ പോലെ അവര് പണിയെടുക്കോ? നമ്മളെ പോലെ ആത്മാർത്ഥ ഉണ്ടാവും അവർക്ക്. ആദ്യത്തെ അല്ല. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് നമ്മൾ എന്താ രക്ഷപ്പെടാം. ഈ കണ്ടവന്മാർക്കല്ല ബംഗാളികൾ ഓരോ വീട് വയ്ക്കുന്നു, അവന്മാർ രക്ഷപ്പെടുന്നു. എന്നാലും നമുക്കൊരു എഴുന്നേറ്റം ഇല്ലല്ലോ. ദൈവോടെ